ഹലോ, ഞാൻ ഇന്നലെ തിരുവാതിരയുടെ തലേ ദിവസ ചടങ്ങുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് തിരുവാതിരയുടെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി ദീപാരാധന ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ വന്നു, കാവിൽ വിളക്ക് വെച്ചു, തൊഴുതു. എന്നിട്ട് നമ്മൾ തിരുവാതിരയ്ക്ക് വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ ഞങ്ങളാണ് തുടക്കമിട്ട് വെച്ചത്. ഞങ്ങൾക്ക് 4 തിരുവാതിര ഉണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ വേറെ 2 ഗ്രൂപ്പും കൂടെ ഉണ്ടായിരുന്നു. അവർക്കും അധികം തിരുവാതിരകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വ്രതമൊക്കെ അനുഷ്ഠിച്ച് തിരുവാതിര കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റിട്ടാൽ മതി. പിന്നെ നമ്മൾ 1ാമത്തെ തിരുവാതിര കഴിഞ്ഞു. ഒരുപാട് മിനിറ്റിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ആകെ 2 ദിവസം പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നുള്ളേ. ഇത് കോൽക്കളിയാണ്. ഇതിന് ഞാൻ കൂടിയില്ല. അതിനെന്ന് വെച്ചാൽ എനിക്ക് ബാക്കിയെല്ലാം പഠിപ്പിക്കാനും ഇത് പഠിക്കാനും എല്ലാം കൂടി പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അതിന് കൂടിയില്ല. പിന്നെ ഇത് 3ാമത്തെ തിരുവാതിര. പിന്നെ ഒന്നുകൂടി ഉണ്ടായിരുന്നു. പിന്നെ വേറെ 2 ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അമ്മമാരൊരു ഗ്രൂപ്പും പിന്നെ വേറൊരു ഗ്രൂപ്പും കൂടെ. എല്ലാവരും നല്ലതായിട്ട് തന്നെ ചെയ്തു കേട്ടോ. എല്ലാവർക്കും പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു ഇത്തവണ. പിന്നെ അവരുടെ തിരുവാതിര കഴിഞ്ഞു. അവർക്കും കോൽകളിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് മാളവിപ്പുറങ്ങളെ എല്ലാവരെയും കൂടെ പാതിരപ്പൂ തേടാൻ വേണ്ടി ആർപ്പ് വിളിച്ച് വിടും. ആർപ്പ് വിളിച്ച് കുരവിട്ട് വിടും. കാവിൻ്റെ അവിടെ ഒളിച്ചു വെച്ചിരിക്കുന്ന പാതിരപ്പൂ തിരയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവരും തപ്പിത്തെരഞ്ഞതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പറയും അങ്ങോട്ട് ഒത്തിരി പോകണ്ട, ഈ ഒരു ഏരിയയിലാണ്, അവിടെ ചൂടുണ്ടോയെന്ന് പറയും. അപ്പോൾ ഈ തവണ പാതിരപ്പ് കിട്ടിയത് അരുണമ്മയ്ക്ക് ഇത് 2ാമത്തെ തവണയാണ് കിട്ടുന്നത്. പിന്നെ എല്ലാവരും പാതിരപ്പൂ എടുത്ത് തലയിൽ ചൂടും. മാളവിപ്പുറങ്ങളെല്ലാവരും ചൂടും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചുവട് വെക്കണം. തിരുവാതിര കളിച്ച എല്ലാവരും കൂടെ സ്റ്റേജിൽ നിന്നൊന്ന് പ്ലാൻ ചെയ്യും. നമുക്ക് ഏതാ കളിക്കണ്ടേ, 1-2 ചുവട് വെച്ചാൽ മതി. 2 പാട്ട് പാടി നമ്മൾ കളിക്കണം. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് 2 സ്റ്റെപ്പ് നമ്മൾ ചുവട് വെച്ചു. എന്നിട്ട് പിന്നെ എട്ടങ്ങാടി പുഴുക്ക് കഴിച്ചു. കടും പായസവും ഗോതമ്പ് കഞ്ഞി ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വ്രതം അവസാനിപ്പിച്ചു. തിരുവാതിര ചടങ്ങുകൾ കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ പോയി.